CPM ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ PFI ബന്ധത്തെ തുടർന്ന് ബ്രാഞ്ച് സമ്മേളനം മാറ്റി. തിരുവനന്തപുരം പേയാട് ലോക്കൽ കമ്മിറ്റിയിലെ വിട്ടിയം ബ്രാഞ്ച് സമ്മേളനമാണ് മാറ്റിയത്. 2-ാം തീയതി ലോക്കൽ സമ്മേളനം നടത്താൻ ഇരിക്കവെയാണ് ബ്രാഞ്ച് സമ്മേളനം മാറ്റിയത്. അഖിൽ പാലോട്ടുമഠം വിവരങ്ങളുമായി ചേരുന്നു. അഖിൽ, വിശദാംശങ്ങൾ. ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിഞ്ഞ ഒരു മാസമായി സംസ്ഥാനത്തുടനീളം നടക്കുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ വലിയ വിമർശനങ്ങൾ പല ബ്രാഞ്ച് സമ്മേളനങ്ങളിലും സർക്കാർക്കെതിരെയും ചില പാർട്ടി നേതൃത്വത്തിനുമെതിരെയും ഒക്കെ ഉയർന്നിരുന്നു. അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ വിളപ്പിൽ ഏരിയ കമ്മിറ്റിയിലെ പേയാട് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള വെട്ടിയം ബ്രാഞ്ച് സമ്മേളനത്തിൽ ഉയർന്നിരിക്കുന്നത്. അത് വിളപ്പിൽ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള ഷാഫിക്കെതിരെയാണ് ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനത്തിൽ ഒരു വിമർശനം ഉയർന്നിരിക്കുന്നത്. ബ്ലൈഡ് മാഫിയ, അതുപോലെ തന്നെ അനധികൃതമായ സ്വത്ത് സമ്പാദ്യം, അതുപോലെ തന്നെ തീവ്രമായ മുസ്ലിം സംഘടനകളുടെ PFI NDF പോലുള്ള തീവ്രമായ മുസ്ലിം സംഘടനകളുമായിട്ടുള്ള ബന്ധം തുടങ്ങിയവ സമ്മേളന പ്രതിനിധികൾ ആരോപിക്കുകയും വലിയ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് 2 തവണയാണ് വിളപ്പിൽ ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള പേയാട് ലോക്കൽ കമ്മിറ്റിയിലെ വെട്ടിയം ബ്രാഞ്ച് സമ്മേളനം മാറ്റിവെച്ചത്. 2-ാം തീയതി, അതായത് നാളെ 1, മറ്റന്നാൾ 2-ാം തീയതിയാണ് പേയാട് ലോക്കൽ സമ്മേളനം നടക്കേണ്ടത്. ലോക്കൽ സമ്മേളനം നടക്കുക CPMന്റെ ഒരു സംഘടനാ സംവിധാനം അനുസരിച്ച് പൂർണ്ണമായ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നതിനു ശേഷമായിരിക്കും ബ്രാഞ്ചിൽ നിന്നായിരിക്കും ലോക്കൽ കമ്മിറ്റിയിലേക്കുള്ള സമ്മേളന പ്രതിനിധികളെ തെരഞ്ഞെടുക്കുക. അവിടെ നിന്നാണ് ഏരിയ കമ്മിറ്റി സമ്മേളനത്തിലും പിന്നെ ജില്ലാ കമ്മിറ്റി സമ്മേളനത്തിലേക്കുമുള്ള പ്രതിനിധികളെയൊക്കെ തന്നെ തെരഞ്ഞെടുക്കുന്നത്. പക്ഷേ ബാക്കി സമ്മേളനങ്ങളൊക്കെ തന്നെ പൂർത്തീകരിച്ചെങ്കിലും ഈ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ ഈ സമ്മേളനം, വെട്ടിയം ബ്രാഞ്ച് സമ്മേളനം മാത്രമാണ് ഇപ്പോൾ ഏരിയ കമ്മിറ്റി അംഗത്തിന് എതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ 2-ാം തവണയും നിർത്തിവച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു അഡോപ്റ്റ് കമ്മിറ്റി തീരുമാനം അനുസരിച്ച് മറ്റന്നാൾ നടക്കുന്ന 2-ാം തീയതി നടക്കുന്ന ലോക്കൽ സമ്മേളനവും അതിനുശേഷമുള്ള ഏരിയ കമ്മിറ്റി സമ്മേളനത്തിനും ശേഷം മാത്രം ഈ ബ്രാഞ്ച് സമ്മേളനം നടത്താൻ മതി എന്നതാണ് ഇപ്പോൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനം. ഇതിൽ പ്രധാനമായും പറയേണ്ടത് ഈ ഷാഫി എന്ന് പറയുന്ന ഏരിയ കമ്മിറ്റി അംഗം, അദ്ദേഹം പേയാട് സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരൻ കൂടിയാണ്. അനധികൃതമായി പേയാടിൽ തന്നെ ഒരു വലിയ സ്വകാര്യ ബിൽഡിംഗ് അടക്കം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം നടക്കുന്നു എന്നത് ഈ ബ്രാഞ്ച് സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉയർത്തിക്കാട്ടിയിരുന്നു. ഈ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനം പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുന്നത്. തീവ്രമായ ഇസ്ലാമിക സംഘടനകളുടെ ബന്ധം കൂടി പ്രതിനിധികൾ ഈ ഏരിയ കമ്മിറ്റി അംഗം ഷാഫിക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. അനു.